വേഗത്തിൽ വരുമേ വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാ കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സിസ്റ്ററിന്റെ കൂടെ വിവാഹ സാക്ഷ്യം പറയണോ എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് അവരെ അതിനായിട്ട് സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ മകളോടൊപ്പം ഒരു പ്രാവശ്യം കൂടി കൃപയ്ക്കായി ചെയ്തു. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. അത് ഞാൻ കുറച്ച് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ മതിയാവുമെന്നുള്ളതായത്. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആവശ്യമായിട്ടാണ് ഇവിടെ വന്നത്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചൊരു തുകയായി അതിൻ്റെ പേപ്പർ വർക്കൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്യുന്നത് മാത്രമാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഈ നിമിഷം വരെ കർത്താവിൻ്റെ കൃപയാലെ രോഗത്തിൽ ഞാൻ ഭാരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ട്രെയിനിൽ വന്നപ്പോൾ 3 ദിവസത്തെ യാത്ര ഞാൻ 5 ദിവസം വരേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡ് കാലിൽ ഭയങ്കര വേദന ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അതിഭയങ്കരമായ വേദനയാണ്. പാസ്റ്റ് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ഞാനപ്പോൾ അവരോട് സാക്ഷ്യത്തിൽ പറഞ്ഞില്ല എനിക്ക് വേദന ഉണ്ടായി.
പക്ഷെ പാസ്റ്ററിന്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററിന്റെ ഒരു സൈഡ് മൊത്തം ഒരു കാലിനൊക്കെ വലിയൊരു വേദന ഉണ്ടല്ലോ, അത് ദൈവം ഇപ്പൊ തന്നെ സൗഖ്യപ്പെട്ടു. ഞാൻ ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആ വേദനയൊക്കെ നിമിഷം വരെയും പിന്നെ ആ വേദന വന്നിട്ടില്ല. ദൈവത്തെ ഞാൻ കർത്താവിന്റെ നാമത്തിൽ കൃപയ്ക്കായിരുന്നു. പിന്നെ എനിക്ക് ഒറ്റ ഒരാഗ്രഹമുള്ളൂ, സമ്പത്തോ ഒന്നുമല്ല, ഞങ്ങളൊരു കുടുംബമായി ഞങ്ങൾ പൂർണ്ണമായി ദൈവ സന്നിധിയിൽ ഒരു കുടുംബത്തിലായി തീരുവാൻ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയെ അയച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നൽകിയ വിടുതലുകൾക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയറ്റാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അമ്മ ഞാൻ പറഞ്ഞ പോലെ കർത്താവിന്റെ ദാസൻ വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിന്റെ പദനം ഒരു ശുശ്രൂഷയാണെന്ന് ഞാൻ ആദ്യമായിട്ട് കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ അനുഭവിക്കുന്നത്. സാധാരണ നല്ല ബൈബിൾ സ്കോളേഴ്സ് ആയിട്ട് പഠിത്തം കൂടി പോയി കഴിയുമ്പോൾ പിന്നെ ശുശ്രൂഷയൊക്കെ പലപ്പോഴും ജനത്തിന്റെ ശുശ്രൂഷയായിട്ട് മാറും. അതാണ് പൊതുവെ കാണുന്ന ഒരു ആത്മീയ നിലവാരം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് ഉന്നതമായ ദൈവവചന പഠനത്തോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന് വലിയ ശക്തിയോടെയും അഭിഷേകത്തോടെയും ആത്മനിയോഗത്തോടെയുമുള്ള ആ ശുശ്രൂഷകളെ കൂടി ഓർത്ത് കർത്താവിന് സ്തോത്രം കരയിക്കുന്നു. നമുക്കറിയാം ഇതുപോലുള്ള ദൈവദാസന്മാരെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ മറ്റ് ഒരു പരിപാടികളും സമയങ്ങൾ എടുക്കാതെ കർത്താവിന്റെ ദാസന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടുള്ള സമയങ്ങളെ വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. വളരെ സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസനെ ശുശ്രൂഷിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലം എനിക്ക് പരിചയം ഉള്ളവർ ഒരുപാടുണ്ട്. എൻ്റെ കുഞ്ഞിലെ മുതലേ പരിചയമുള്ളവരുണ്ട്. അതിൻ്റെ പേരുകൾ എനിക്ക് അത്ര പരിചയമില്ല എങ്കിൽ തന്നെയും മൗഢ്യപ്പെടുത്തുകയും ചെയ്യും. ബിജുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. ബിജു പോകല്ലേ? കഴിഞ്ഞ സൺഡേയിൽ പാസ്റ്റർ അനൗൺസ് ചെയ്തു വരണം എന്ന് പറഞ്ഞു. എങ്കിലും ഇവിടെ വരുവാൻ ദൈവം തന്ന അവസരത്തിൽ കാരണം നിങ്ങളുടെ മധ്യത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു ദിവസം ശുശ്രൂഷിച്ചത്. കഴിഞ്ഞ വർഷത്തിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലൊന്നിലാണ്. അന്ന് ഞാൻ കണ്ണാടി ഒന്നും എടുക്കാതെ വന്ന് പുസ്തകം തുറന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വളരെ വ്യക്തമായി അവിടുത്തെ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു. പകൽക്കാലം പലരുടെയൊക്കെ സാക്ഷ്യം കേട്ടപ്പോഴൊക്കെ എനിക്ക് ഒരു വിജയത്തിന്റെ സാക്ഷ്യമാണ്. പരാധീനതയുടെ സാക്ഷ്യം ആരും പറഞ്ഞതായിട്ട് ഞാൻ മിക്ക ചർച്ചകളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ പരാധീനതകളുടെ സാക്ഷ്യങ്ങളാണ് ഞാൻ കേൾക്കാറുണ്ട്. എന്റെ മാതൃസഭയിലെ 80% ഞാനതാണ് കേട്ടു. എന്നാൽ ഇവിടെ പകൽക്കാലം ഞാൻ കേട്ടതല്ല ഒരു വിജയത്തിന്റെ. ഞായറാഴ്ച നമ്മൾ വന്ന് പരാധീനത പറയുന്ന ദിവസമാണ്. ഞായറാഴ്ച വിജയത്തിന്റെ ദിവസം. കാരണം കല്ലറകൾക്ക് ദൈവപുത്രനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. പീലാത്തോസിന് നമ്മുടെ കർത്താവിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഹേരോദാവിന് നമ്മുടെ കർത്താവിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. പിശാചിന് നമ്മുടെ കർത്താവിനെ പരാജയപ്പെടുത്തുവാനും കഴിഞ്ഞില്ല. ഞായറാഴ്ച അതിരാവിലെ നമ്മുടെ കർത്താവ് കല്ലറകളെ പിളർന്നുകൊണ്ട് അല്ലെങ്കിൽ ഭേദിച്ചുകൊണ്ട് ഉയർത്ത് എഴുന്നേറ്റു. അതുകൊണ്ട് പകൽക്കാലം വിജയത്തിന്റെ ദിവസമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ എന്റെ ഭാവി ശൂന്യമായി തീർന്നേനെ. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞാനൊരു കള്ളപ്രവാചകനോ കള്ളപ്രസംഗകനോ ആയി മാറിയത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് പകൽക്കാലം നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. പകൽക്കാലം പറയേണ്ടത് വിജയത്തിന്റെ ഒരു സാക്ഷ്യമാണ്. കാരണം നമ്മുടെ കർത്താവ് ജയിച്ചു. നമ്മൾ പരാജയപ്പെട്ട അപ്പന്റെ മക്കളല്ല, നമ്മൾ വിജയിച്ച പിതാവിന്റെ വിജയിച്ച മക്കളാണ്. കർത്താവിന്റെ ഇഷ്ടം. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുണ്ട്. ഒന്ന് ദാവീദും ഒന്ന് ശൗലും. പരാജയപ്പെട്ട പിതാവിന്റെ വിജയിച്ച പുത്രനാണ് ജോനാഥാൻ. അപ്പൻ
പരാജയമായിരുന്നു, കംപ്ലീറ്റ് പരാജയമായിരുന്നു ജീവിതത്തിൽ വിജയിച്ചതായിട്ട് എങ്ങും കാണുന്നില്ല. ആ പരാജയപ്പെട്ട പിതാവിന്റെ മകനായിരുന്നു ആര്? ജോനാഥാൻ. എന്നാൽ വിജയിച്ച ഒരു പിതാവായിരുന്നു ദാവീദ്. എന്നാൽ ചില ഏരിയകളിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് നേടിയ ഒരാളാണ് ദാവീദ്. ആ വിജയിച്ച പിതാവിന്റെ പരാജയപ്പെട്ട മകനായിരുന്നു അബ്ശാലോം. പകൽക്കാലം നമ്മുടെ പരാജയപ്പെട്ട അപ്പന്റെ പരാജയപ്പെട്ട മക്കളല്ല, നമ്മുടെ വിജയിച്ച അപ്പന്റെ വിജയാളികളായ മക്കളാണ് നമ്മൾ. കർത്താവിന്റെ സ്തോത്രം. വിജയം നമ്മുടേതാണ്. എപ്പോഴും നമ്മുടെ മക്കളാണ് വിജയം. കർത്താവിന്റെ സ്തോത്രം. അത്യന്തികമായി എപ്പോഴും നന്മയും വിജയവുമേ ജയിക്കത്തുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. പകൽക്കാലം വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സാക്ഷ്യം കേട്ടത്. അതുപോലെ തന്നെ ഈ മുമ്പിലിരിക്കുന്ന ബ്രദർ എനിക്ക് പരിചയമില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ടുണ്ടായിരിക്കാം, കുഞ്ഞിലെ ഒരു കണ്ടിട്ടുണ്ടായിരിക്കാം. ഞങ്ങളൊരു പക്ഷേ സെയിം ഏജ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മൂന്നാമത്തെ ബ്രദറിന്റെ കൂടെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. 15 വയസ്സുള്ളപ്പോൾ തന്നെ ഞാനായിരിക്കും മൂത്തത്. കാരണം എന്റെ ഇളയ ബ്രദറും ഒരു മുഖാന്തരമായി എന്നോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ബ്രദർ ആത്മീയത്തിലൊന്നും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സഹോദരനൊന്നുമല്ല. എങ്കിലും ഒരാളെ പാട്ട് കേൾക്കാൻ വിളിച്ചോണ്ട് പോയി ആ പാട്ടിലൂടെ, അല്ലെങ്കിൽ അന്ന് കേട്ട അന്ന് വാങ്ങിയ അല്ലെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അത് ഏറെ നാൾ കഴിഞ്ഞായാലും എന്താണ് അത് മടങ്ങി വരും. നമ്മൾ വിതച്ചാൽ കർത്താവിന്റെ സ്തോത്രം, അത് താമസിച്ചാൽ ഒരു നാളിൽ അത് മുളച്ചു വരും. കർത്താവിന്റെ സ്തോത്രം. നമ്മള് മണ്ണിലാണ് വിതയ്ക്കുന്നത്, പാറപ്പുറത്തോ മുള്ളിനിടയിലോ അല്ല. ദൈവത്തിന്റെ വചനം പലപ്പോഴും നമ്മൾ വിതയ്ക്കുന്നത് മുള്ളിനിടയിൽ വിതച്ചു കഴിഞ്ഞാൽ അത് ഞെരുങ്ങി ഇല്ലാതായി പോകും. പാറപ്പുറത്ത് ഇതുപോലുള്ള ചൂട് തട്ടുമ്പോൾ പാറപ്പുറത്ത് ഉണങ്ങി കഴിഞ്ഞു പോകും. എന്നാൽ നല്ല മണ്ണില് വിതയ്ക്കുന്ന വിത്തുകൾ ഒരുപക്ഷെ താമസിച്ചാലും എന്ത് ചെയ്യും? അത് മുളച്ച് വരും. ആയതുപോലെ പകൽക്കാലം ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. എന്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു. ഭയങ്കരമായിട്ട് എന്റെ ഉള്ളം പിടഞ്ഞു ആ സാക്ഷ്യം കേട്ടപ്പോൾ. കർത്താവ് അവിടുത്തെ മകനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പുതിയ വർഷത്തിന്റെ 3ാമത്തെ സൺഡേയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ അതിശയകരമായി നമ്മളെ നടത്തി. ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത് പെട്ടെന്ന് എന്റെ ചിന്ത ദൈവരാജ്യത്തെ പറ്റിയാണ്. ഞാൻ മറ്റൊരു ചിന്തയുമായിട്ടാണ് വന്നതെങ്കിലും പെട്ടെന്ന് ദൈവരാജ്യത്തെ പറ്റി. എന്നാൽ ഇവിടെ പാടിക്കൊണ്ടിരുന്ന സഹോദരൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു, ഭയപ്പെടേണ്ട. ആ ഒരു ചിന്തയിൽ എന്റെ മനസ്സിൽ കൂടെ ദൈവാത്മാവ് തന്നു, ഭയപ്പെടേണ്ട എന്നുള്ള ഒരു ചിന്ത. ഈ 2000 അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 24 ഒക്കെ ആകുന്ന ഈ കാലഘട്ടത്തില് മനുഷ്യനെ ഏറ്റവും ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഭയം. വ്യത്യസ്തമായ നിലവാരത്തിൽ പലരും ഭയത്താൽ പിടിക്കപ്പെട്ടവരാണ്. രോഗം വരുമ്പോൾ ഒരു ഭയം നമുക്കുണ്ട്. സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയമുണ്ട്. അല്ലെങ്കിൽ പല നിലവാരത്തിൽ നമ്മളെ ഭയം ബാധിക്കാറുണ്ട്. എത്ര പ്രാവശ്യം തിരുവചനത്തിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല. കർത്താവിന്റെ അവിടുത്തെ മകൻ പറഞ്ഞു, ഏതാണ്ട് 300 ആ പ്രാവശ്യം ഭയത്തെ പറ്റി പറയുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ ശബ്ദം ഒന്നുകൂടെ ആവർത്തിക്കുക, ഭയപ്പെടേണ്ട. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. 7 സഭകൾക്ക് ദൂതെഴുതുമ്പോഴും 7 പ്രാവശ്യവും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പറയുന്ന ഒരു പദമുണ്ട്, അറിയുന്നു, അറിയുന്നു, അറിയുന്നു. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന് ദൈവത്തിന്റെ സഭയോട് പറയുവാനുള്ളത്, നിന്റെ അവസ്ഥ ഞാൻ അറിയുന്നു, നിന്റെ രോഗം ഞാൻ അറിയുന്നു, ജീവിതം ആടികുലയുന്നത് ഞാൻ അറിയുന്നു.
പരാജയം ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഡിഫീറ്റഡ് ദ ഫെയിലിയർ ഓഫ് ഫിയർ, ഭയത്തിന്റെ മൂലം ഉണ്ടാകുന്ന പരാജയങ്ങളെ കീഴടക്കുക. ഭയം മൂലം പരാജയം ജീവിതത്തിൽ സംഭവിക്കാം അല്ലേ? ആ പരാജയത്തെ കീഴടക്കുക 24. ഉദാഹരണം, ദൈവം തമ്പുരാൻ മോശയെ വിളിച്ചു. മോശ ഭയപ്പെട്ടു. സോറി, യു ഗോട്ട് ദ റോങ് മാൻ. തെറ്റായ മനുഷ്യനെയാണ് നീ കണ്ടത്. ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ, ഞാനല്ലെന്ന് ഭയപ്പെട്ടു പോയി. ദൈവം ഭയോടെ മാറ്റുക. എന്താണ് ആ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഭയം എന്ത് ചെയ്തു? അവിടെ കീഴടക്കി മോശ. ഗിദെയോന്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു. ഞാൻ ഏറ്റവും ചെറിയവനാ ഗോത്രത്തിലെ, എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ തെറ്റായ ആളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോഴ് ആ ഭയം എന്നാൽ എന്ത് ചെയ്തു? തനിക്ക് വന്ന പരാജയത്തിന്റെ ഭയത്തെ എന്ത് ചെയ്തു? ഗിദെയോൻ കീഴടക്കി. ഇസ്രായേലിലെ ന്യായാധിപതിയായി ദൈവം ഒരു പേര് വിളിച്ചു, അല്ലയോ പരാക്രമശാലിയെ. യെരമ്യാവിന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവം വിളിച്ചപ്പോൾ എക്സ്ക്യൂസ് പറഞ്ഞു, ബാലൻ, ഭയം. എന്നാൽ ആ ഭയത്തിന്റെ എന്ത് ചെയ്തു? വന്നാലും പോയ പരാജയത്തെ യെരമ്യാവ് കീഴടക്കില്ല. ഈ 2024 നമുക്കുണ്ടാകുന്ന ഭയം മൂലം ഉണ്ടാകുന്ന പരാജയത്തെ നമ്മൾ കീഴടക്കണം. പല ഭയങ്ങളെ നമ്മളെ ബാധിക്കും, അത് നമ്മൾ കീഴടക്കണം. കർത്താവിന്റെ സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ദൈവത്തിന്റെ സഭയോട് ഇത് തന്നെയാണ് കൽപ്പിക്കുന്നത്, ഭയപ്പെടേണ്ട. വാട്ട് ആർ യു അഫ്രൈഡ് ഓഫ് ഇൻസൈഡ്? അകത്തിൽ നിന്നുള്ള ഭയം എന്തൊക്കെയാ? വാട്ട് ആർ യു അഫ്രൈഡ് ഓഫ് ഔട്ട്സൈഡ്? പുറമെ ബാധിക്കുന്ന ഭയങ്ങൾ എന്തൊക്കെയാ? അകമെ ബാധിക്കുന്ന ഭയങ്ങൾ എന്തൊക്കെയാ? അകമെ ഒരുപക്ഷെ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ രോഗമായിരിക്കാം, ചില മാനസിക സംഘർഷങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയമായിരിക്കാം. പുറമെ ഒരുപക്ഷെ അത് വെളിയിൽ കാര്യങ്ങൾ അത് എന്നെ ബാധിക്കുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആ മഹാമാരി ഇവിടെ തുടങ്ങുകയാണെന്ന് എന്നെയും ബാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര പൈസ ഇന്ന ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, കരുവന്നൂർ ബാങ്ക് പൊട്ടിപ്പോയതുപോലെ ബാങ്ക് പൊട്ടിപ്പോയെങ്കിലോ, അല്ലെങ്കിൽ ആ കണ്ടല ബാങ്ക് തിരുവനന്തപുരത്തെ ബാങ്ക് പൊട്ടിപ്പോയതുപോലെ പൊട്ടിപ്പോയെങ്കിലോ ബാങ്ക്. പുറമെ ഒരുപാട് ഭയങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്, അതുപോലെ അകത്തു നിന്നുള്ള ഭയവുമുണ്ട്. എന്നാൽ മകൾക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഭയപ്പെടേണ്ട. നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അത് മാത്രമല്ല, രണ്ടാമതൊരു ചിന്ത എടുക്കുമ്പോൾ അമ്മാമ്മ വാക്യം വായിച്ചു, പെട്ടകത്തെ ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ പിമ്പിൽ പോകണം. പെട്ടകത്തെ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ ചവിട്ടുമ്പോൾ യോർദാൻ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടാൻ പോവുകയാണ്. 2023 വരെ ചില പ്രതികൂലങ്ങൾ നമുക്കെതിരെ ആഞ്ഞടിച്ചെങ്കിൽ യോർദാൻ നദി പോലെ വയലന്റായ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. യോശുവയോട് പറയുന്നത് എന്താ? നാളെ ഞാന് അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിന്റെ സ്തോത്രം. നാളെ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യത്തിൽ മുന്നേറണം. പുതിയ വർഷത്തിൽ 24
പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ എന്താ? ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ് നമ്മള്. കർത്താവിന്റെ സ്തോത്രം. അതിനോട് 2000 മുഴം വായിച്ച് അകലം യോശുവയുടെ പുസ്തകം 3-ാമത്തെ വായിച്ച്. Book of Joshua chapter 3 verses 1 following. അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്വാൻസ് അണ്ടർ ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യത്തിന്റെ കീഴില് ഈ 2024 ദൈവത്തിന്റെ സഭയും ദൈവമക്കളും മുന്നേറണം. അല്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കണം, നീ എനിക്ക് മുമ്പേ പോകണം, എന്റെ ജീവിതത്തിന് മുമ്പിൽ നീ പോകണം, എന്റെ കുടുംബ ജീവിതത്തിന്റെ മുമ്പില് നീ പോകണം, എന്റെ സഭയുടെ മുമ്പില് നീ യാത്ര ചെയ്യണം. കർത്താവിന്റെ സ്തോത്രം. ഉത്തരത്തെ തൂക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനോട് പിന്നാലെ ചെല്ലണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദൈവ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതാണ് ദൈവത്തിന്റെ പെട്ടകം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അതിനോട് 2000 മുഴം അകലം പ്രാപിക്കണം, അല്ലെ? അതിനോട് അടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവസന്നിധിയിലേക്ക് വരേണ്ടത് 24 അഡ്വാൻസ് വിത്ത് റെവറൻസ്, ഭക്തി ആദരവോടെ മുന്നേറാൻ ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന് കൊടുക്കേണ്ട മാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തുകൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച കൊടുത്തുകൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മുന്നേറണം. അതിനോട് അടുക്കരുത്. ഒന്നാമത് എന്താണ് എന്നെ വളരെ ചിന്തിപ്പിച്ച ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ എന്താ? ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ എന്ത് ചെയ്യണം? ഈ 24 മുന്നേറണം. ഈ 24 ഭക്തി ആദരവോടെ മുന്നേറണം. അത് കഴിഞ്ഞ് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ ദൈവത്തിന്റെ സഭ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ 2024 ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ചു പറയുന്നത് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും അല്ലെങ്കിൽ ഉയർച്ചയുടെയും വിടുതലിന്റെയും വർഷമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, 2024 പോയിട്ടില്ലാത്ത വഴി. ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്റ്റെപ്പ് ചെയ്തിട്ടില്ലാത്ത വഴി, പ്രതീക്ഷിക്കാത്ത വഴി, മുമ്പിൽ എന്തായിരിക്കും നമുക്കറിയത്തില്ല. അതുകൊണ്ട് യോശുവയോട് പറയുന്നു, എന്താ? ഭക്തി ആദരവോടെ മുന്നേറാൻ ദൈവത്തിന്റെ സഭ. ദൈവ സാന്നിധ്യത്തിന്റെ കീഴില് മുന്നേറാൻ പോയിട്ടില്ലാത്ത വഴിയാണ് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. 2024 പോയിട്ടില്ലാത്ത വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഇടുക്കിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എഴുതി വച്ചിട്ടുണ്ട് 35 മൈല് അല്ലെങ്കിൽ 15 കിലോമീറ്റർ. അക്കാരണം മുമ്പൊരിക്കൽ പൊരുത്തം പോയിട്ടില്ലെങ്കിൽ അവനത് നോക്കി വേണം ചെയ്യാൻ, ഈ യാത്ര ചെയ്യാൻ. പോയിട്ടില്ലാത്ത വഴിയിലൂടെ നീ വന്ന 80-ൽ 15 മൈൽ പോകേണ്ടടുത്ത് പോയാൽ എന്ത് സംഭവിക്കും?
എന്താ സംഭവിക്കോടെ? ഹെയർപിൻ വളവുകൾ ഇടുക്കിയിലും വയനാടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന വഴിയില് അവിടെ ഇടയ്ക്കിടയ്ക്ക് വാർണിംഗ് സൈൻസ് ഉണ്ട്. എന്താണ് കാണിച്ചിരിക്കുകയാണ്? 15 കിലോമീറ്റർ അവർ അത്രയും കൂടുതൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ 25 മൈൽ പെർ അവർ അതിൽ കൂടുതൽ പോകാൻ പാടില്ല. വന്ന 80-ലാ പോകുന്നെങ്കിലോ അൺടൈംലി ഡെത്ത് മേ ഹാപ്പൻസ്, അൺടൈംലി ആക്സിഡന്റ് മേ ഹാപ്പൻസ്. പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം, പ്രതീക്ഷിക്കാത്ത മരണം ഒരുപക്ഷെ സംഭവിക്കാം. ദൈവത്തിന്റെ ജനത്തോട് യോശുവയിൽ കൂടെ പറയുകയാണെന്ത്? പോയിട്ടില്ലാത്ത വഴിയാണ്. You may know the way you shall go, but you haven't passed that way before. ആ വഴിക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? മുമ്പേ പോയിട്ടില്ലാത്ത വഴിയിലൂടെ പോകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അഡ്വാൻസ് വിത്ത് കോഷൻ, ഒരു വാണിംഗോടുകൂടെ മുന്നേറാൻ 24-ന് ദൈവത്തിന്റെ ശബ്ദം എന്ത് ചെയ്യണം? നമ്മുടെ ചെവികളിൽ വന്ന് അലയ്ക്കണം. എന്ത്? ഒരു വാണിംഗോടെ മുന്നേറാൻ. സാധ്യം. അത് കഴിഞ്ഞ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. അല്ലേ? കോൺസെൻട്രേറ്റ് യുവർസെൽഫ്. ദൈവ സാന്നിധ്യത്തിൽ മുന്നേറിയപ്പോ മാത്രം പോരാ. ഏതാണ്? അത് മാത്രമല്ല, 2000 മുഴം ഭക്തിയാദരവോടെ മാത്രം മുന്നേറിയാൽ പോരാ, അല്ലെങ്കിൽ വാണിംഗോട് കിട്ടിയ അതിനുള്ള ബന്ധത്തിൽ മുന്നേറിയാൽ മാത്രം പോരാ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അല്ലേ? ഈ 24-ൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു വർഷം. എല്ലാ അഴുക്കുകളും മാറുന്ന ഒരു വർഷം, എല്ലാ തിന്മയും മാറുന്ന ഒരു വർഷം, എല്ലാ അശുദ്ധിയും മാറുന്ന ഒരു വർഷം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ അടുത്തതാണെന്ത്? നാളെ. അല്ലേ? നാളെ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. One of these days God is going to do a marvelous things. ഈ ദിവസങ്ങളിൽ ഒന്നിനാ ദൈവം തന്റെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ സമയം. വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു നാളെ. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു നാളെ. നാളെ ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വേണമെന്നാണ്. നാളെ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നത് നാളെ എന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ തോന്നുന്നത് നാളെ ഒരു ദൈവിക സൗഖ്യം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലേ വിശ്വസിക്കുക. നാളെ അല്ലേ? 24-ൽ നാളെ അല്ലെ? ഈ ദിവസങ്ങളിൽ ഒന്നിനാ യോർദാൻ വിഭജിക്കപ്പെടാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഒന്നിനാ ദാവീദിന്റെ താക്കോലുള്ളവൻ എനിക്ക് വേണ്ടി ആ ഡോർ തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിക്കേ. ഇതാണ് ആ വാക്യം വായിച്ചപ്പോഴാണ് മനസ്സിൽ ചിന്ത വന്നത്. നാളെ പെട്ടെന്ന് ചുമക്കുന്ന പുരോഹിതന്മാർ നാളെ യോർദാനിൽ എന്താണ് ചവിട്ടാൻ പോവുകയാണ്. ഇതുവരെ നീ വയലന്റ് ആയിട്ട് ഒഴിയെങ്കിൽ, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നീ ഒഴിയെങ്കിൽ, നാളെ എന്നേക്കുമായി അത് നിൽക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി നാളെ ദൈവം തന്റെ പ്രവൃത്തി ദൈവം അയക്കാൻ പോവുകയാണ്. ഒരു വേദഭാഗം വായിക്കാം. അതിനാധാരമായി കർത്താവിന്റെ ദാസൻ പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വേദഭാഗങ്ങൾ.
ഒന്നാമത്തവൻ ലൂക്കോസിന്റെ സുവിശേഷം 16:19. ലൂക്കോസിന്റെ സുവിശേഷം ധനവാനായ ഒരു മനുഷ്യൻ. അത് തന്നെ. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇവിടെ ഒരു ദൈവരാജ്യവും ഉണ്ട്, ഒരു നരകവും അല്ലെ, ഒരു കിങ്ഡം ഓഫ് ഗോഡും ഉണ്ട്, ഒരു ഷിയോൾ അല്ലെങ്കിൽ ഒരു ഹെൽ അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലേസ് ഓഫ് ടോർമെന്റ്, ഒരു പീഡനാസ്ഥലം അല്ലെങ്കിൽ ഒരു യാതനാസ്ഥലവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇത് കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഒന്നാണ്. കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പല ഉപമകൾ എടുത്തു. ആ ഉപമകളില് 2 എണ്ണം താൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നടന്നതാണ്. കുഞ്ഞുങ്ങൾക്കൂടെ വേണ്ടിയാണ്, എല്ലാവരെയും ഉൾപ്പെടുത്തണം. 2 ഉപമകൾ താൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നടന്നിരുന്നു. ഒന്നാമത്തെ ഉപമ എന്ന് പറയുമ്പോൾ എന്താണ് നടന്നത്? ഇപ്പൊ നമ്മൾ വായിച്ച ഉപമ, ധനവാനായ ഒരു മനുഷ്യൻ എന്നതായിരുന്നു ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഉപമ, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നിസ്സാര കാര്യങ്ങൾ കർത്താവ് ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ. തന്റെ കൂടെ നടന്നവര് വിദ്യാഭ്യാസമില്ലാത്തവരാണ്, അവർ സ്കൂളിൽ പോയിട്ടില്ല, അവർ സാധാരണപ്പെട്ടവരാണ്, അവർ മുക്കുവന്മാരാണ്, അല്ലെങ്കിൽ ടാക്സ് കളക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം സാധാരണപ്പെട്ട ആൾക്കാരാണെന്ന് കർത്താവിനെ അനുഗമിച്ചിരുന്നത്. അവരോട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആ ദൈവരാജ്യത്തിന്റെ ആ മർമ്മം വലുതാണ്. കാലസമ്പൂർണതയിൽ വെളിപ്പെടുവാനുള്ള ആ മർമ്മം വലുതാണ്. ആ സുവിശേഷമാകുന്ന മർമ്മം വലുതാണ്. ക്രിസ്തുവാകുന്ന മർമ്മം വലുതാണ്. സഭയാകുന്ന മർമ്മം വലുതാണ്. ആ മർമ്മത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? വിത്ത് വിതയ്ക്കുന്നത്, അല്ലെങ്കിൽ വല നെയ്യുന്നത്, അല്ലെങ്കിൽ മീൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ കടുകുമണിയുടെ ഉപമ, ഇങ്ങനെയുള്ള ഉപമകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? കർത്താവ് ആ ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ വെളിപ്പെടുത്തുക. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഭൂമിയിൽ നടന്ന 2 കാര്യങ്ങൾ ആ സമയത്തുള്ളത് എടുക്കുകയാണ്. ധനവാനായ ഒരു മനുഷ്യൻ ചെയ്തു ഉണ്ടായിരുന്നു എന്നവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിന് തെളിവാണ്. ദൈവരാജ്യം ഉണ്ട്, നരകമുണ്ട് എന്നുള്ള ഇതിലൂടെ തെളിയിക്കുക. കർത്താവിന്റെ സ്തോത്രം. ദൈവരാജ്യത്തെ നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? ദൈവരാജ്യത്തെ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുന്നത്? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചിലപ്പോൾ പിള്ളേർ ചോദിക്കാറുണ്ട്, സാറേ, ക്യാൻ യു ലൊക്കേറ്റ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഹെവൻ? ദൈവരാജ്യത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെ? അത് കിഴക്കാണോ, പടിഞ്ഞാറാണോ, അതോ തെക്കാണോ, അതോ വടക്കാണോ? എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന മറുപടി, എനിക്ക് കിഴക്കാണോ എന്നറിയത്തില്ല, എനിക്ക് പടിഞ്ഞാറാണോ എന്നറിയത്തില്ല, എനിക്ക് തെക്കാണോ എന്നും അറിയത്തില്ല, എനിക്ക് വടക്കാണോ എന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ ദൈവമാണെങ്കിൽ ഒരു നാളില് ദൈവരാജ്യം ഞാൻ കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് ദൈവങ്ങളുടെ പ്രത്യാശ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കിഴക്കെന്നോ പടിഞ്ഞാറോ ഒന്നും നമുക്ക് വിഷയമല്ല. ദൈവമാണെങ്കിൽ ഒരു നാളില് ഞാന് ആ ദൈവരാജ്യം കണ്ടെത്തും. ദൈവമൈതലിനെ എവിടെ എത്താൻ പറ്റത്തുള്ളൂ? അവിടെ എത്താൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രിപ്പയർഡ് പ്ലേസ് ഫോർ ദ പ്രിപ്പയർഡ് പീപ്പിൾ. ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടി
വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. അല്ലെ, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതൊരു ഭാവനയല്ല, അതൊരു തോന്നലല്ല, അതൊരു സങ്കല്പമല്ല, അതൊരു ഊഹമൊന്നുമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ദൈവരാജ്യം 1200 നാഴിക വലിപ്പമുള്ള ഒരു ദൈവരാജ്യം മണവാട്ടി മണവാളന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ അതേ ഇറങ്ങി വരുന്നു. ഇതിന്റെ വലിപ്പം എത്രയാ? 1200 നാഴിക വലിപ്പം, 1200 സ്ക്വയർ മൈൽ വലിപ്പമുള്ള ദൈവത്തിന്റെ രാജ്യം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ആ രാജ്യത്തിൽ നമുക്കും പ്രവേശിക്കണ്ടേ? അത് കിഴക്കോ പടിഞ്ഞാറോ നമുക്ക് വിഷയമല്ല. പാസ്റ്റർ 10 വാക്യം കണ്ടുപിടിച്ചു, അച്ഛൻ 12 വാക്യവും കണ്ടുപിടിച്ചു. എന്നാൽ കിഴക്കിന് പ്രാധാന്യമുള്ളതായ ദൈവത്തില് നമ്മൾ കാണുന്നുണ്ട്. കിഴക്കിൽ നിന്നല്ല പടിഞ്ഞാറിൽ നിന്നല്ല ഉയർച്ച വരുന്നത് എന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കിഴക്ക് യഹോവയായ ദൈവം ഒരു തോട്ടം നിർമ്മിച്ചു. എസെക്കിയേൽ കിഴക്ക് ദൈവത്തിന്റെ ദർശനം കണ്ടു. കിഴക്ക് നിന്ന് മിന്നൽ പടിഞ്ഞാറോട്ട് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. കിഴക്കിന് ചില പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്. അതിലില്ലാത്ത വാക്യം ഏതാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് കിഴക്കോട്ട് നോക്കിയ നമ്മുടെ ഹിന്ദുത്വത്തിൽ പറയുന്നുണ്ട്, എന്നോട് ഒരാൾ പഠിപ്പിക്കൊണ്ട് പറഞ്ഞത്, സാറേ നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം പശുവിനെ പോലെ വരുമ്പോൾ നിങ്ങളുടെ ദൈവം പ്രാവിനെ പോലെ വരും. അല്ലെ, ഗ്ലൈഡിംഗ് ലൈക്കേടാവും. അങ്ങനെ ആയിരിക്കും. എന്താ, പരിശുദ്ധ ആത്മാവ് പ്രാവെന്ന പോലെ വരും. എന്ന് വെച്ചാൽ പ്രാവല്ലെന്ന് അവരത് വ്യാഖ്യാനിച്ചപ്പോൾ എന്ത് ചെയ്തു? പ്രാവായി. ഗ്ലൈഡർ ഉണ്ടല്ലോ, ആകാശത്ത് വരുന്ന ഗ്ലൈഡർ ഓരോരുത്തരും ഉപയോഗിക്കാറുണ്ട് പറക്കാൻ വേണ്ടി. ഗ്ലൈഡിംഗ് ലൈക്കേഡാവും, പ്രാവിനെ പോലെ വരുമെന്ന പരിശുദ്ധ ആത്മാവ്. കർത്താവിന്റെ സ്തോത്രം. അരൂപിയായ ദൈവത്തിന്റെ ആത്മാവ് അതുപോലെ വെളിപ്പെടുമെന്നായിരിക്കുന്നത്. അല്ലാതെ പ്രാവായിട്ട് വരുമെന്നോ കിഴക്കുന്ന് വരുമെന്നോ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വരുമെന്നോ ഒന്നുമല്ല. ദൈവപുത്രൻ വരും. അതാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് വരും. അല്ലെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് പകൽക്കാലം. കർത്താവിന്റെ സ്തോത്രം. ഇവിടുത്തെ ധനവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ സ്തോത്രം, ആ ധനവാൻ എന്താണ്? ദൈനം പ്രതി ആഡംബരത്തോടെ ജീവിച്ചിരുന്നു എന്നായിരിക്കുന്നത്. അല്ലെ, ഭയങ്കര ധനവാനായിരുന്നു, പക്ഷെ പേരില്ല. ഉണ്ടോ? ഇല്ല. ദൈവമക്കളെ, നമുക്കൊരു പേരുണ്ട്. അല്ലേ? ഒന്നുമില്ലെങ്കിലും സഹോദര ഒരു പേരില്ലയോ? കേറിക്കിടക്കാൻ വീടില്ലെങ്കിൽ ഒരു പേരില്ലയോ? ബാങ്കിൽ നിക്ഷേപമില്ലെങ്കിൽ ഒരു പേരില്ലയോ? അല്ലേ? മറ്റുള്ളവരാ തള്ളപ്പെട്ടാൽ ഒരു പേരില്ലയോ? അല്ലേ? ഇവിടെ മനുഷ്യന്റെ പേരെന്താ? ധനവാനായ മനുഷ്യൻ. നിങ്ങൾക്ക് പേരില്ല, നിങ്ങൾക്ക് ഐഡന്റിറ്റി ഇല്ല. പേരില്ലാത്തിടത്തോളം കാലം സഹോദര നിനക്കൊരു ഐഡന്റിറ്റി ഇല്ല. പാസ്റ്ററെ കുറിച്ച് ഒരാൾ പറയാ XUV 500 ഉള്ള മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പേരില്ലെന്നാണ് അർത്ഥം. അല്ലേ? കാരണം നിന്റെ ഐഡന്റിറ്റി, നിനക്ക് ഐഡന്റിറ്റി ഇല്ല. അല്ലേ? എന്നാൽ നമുക്കൊരു പേരുണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണെന്ന് നമ്മുടെ തെളിയുക. അല്ലെ? പ്രവാചകനായ ഏലിയാവ് പറഞ്ഞ എന്താണ്? എനിക്കൊരു പൊസിഷൻ ഉണ്ട്. അല്ലെ? എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്, എനിക്കൊരു പേരുണ്ട്. എന്റെ പേര് ഏലിയാവെന്ന. അല്ലെ? എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്. എന്താണ് എന്റെ പ്രൊഫഷൻ? പ്രവചിക്കുക എന്നുള്ളതാ. എനിക്കൊരു പൊസിഷൻ ഉണ്ട്. എന്താ എന്റെ പൊസിഷൻ? പ്രവാചകൻ. കണ്ടു? ആയതുപോലെ നമ്മൾക്ക് എന്തുണ്ട്? ഒരു പേരുണ്ടെങ്കിൽ എന്തുണ്ട്? നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, ഹൂ ആർ യു ലോർഡ്? നീ ആരാ? മോശ ദൈവത്തോട് ചോദിച്ചു, എന്ത്? നീ ആരാ? ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്, എന്ത്? I am that I am. ഞാനാകുന്നു എന്നുള്ളവൻ ഞാനാകുന്നു. അല്ലെങ്കിൽ I will be what I will be. ഞാൻ നിനക്ക് എങ്ങനെ ആയിരിക്കണമോ അതുപോലെ ഞാൻ ആയിരിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് അങ്ങനല്ലേ? നമ്മുടെ ഏത് സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി എങ്ങനെ ആയിരിക്കണമോ അതുപോലെ ആയിരിക്കുന്ന ഒരു ദൈവം. ഏതേറിയായിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരാജയമാണോ, ആ ഏറിയായിൽ വിജയിക്കുന്ന ദൈവമായി
ചില സബ്ജക്റ്റുകൾക്ക് പരാജയപ്പെടാറുണ്ടല്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? വിജയിക്കുന്ന കർത്താവായി, സൗഖ്യമാക്കുന്ന ദൈവമായി, നന്മയുടെ ദൈവമായി. അതാ ഞാൻ എങ്ങനെ ആയിരിക്കണമോ അതുപോലെ ഞാൻ ആയിരിക്കും. കർത്താവിന് സ്തോത്രം. അല്ലെ, രാവിലെ വിജയത്തിന്റെ സാക്ഷ്യം എഴുന്നേറ്റതേയുള്ള വിജയമാണ് പറഞ്ഞത്. എന്താ വിജയ? എങ്ങനെ നിനക്ക് ദൈവം ആയിരിക്കണമോ, അമ്മാമ്മയ്ക്ക് ദൈവം എങ്ങനെ ആയിരിക്കണമോ അതുപോലെ ആയിത്തീർന്നില്ലേ? വിടുവിച്ചില്ലേ? വിടുവിക്കുന്ന കർത്താവ്, ഇതിലേക്ക് കൊണ്ടുവന്ന കർത്താവായില്ലേ? എങ്ങനെ ആയിരിക്കണമോ അതുപോലെ ആയിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അല്ലാതെ വെറും ഞാനാകുന്നു എന്നുള്ളവൻ ഞാനാകുന്നു മാത്രമല്ല. അന്ന് മോശെ ചോദിച്ചു, നീ ആരാ കർത്താവ്? അത് ഞാൻ യഹോവയായ ദൈവമാകുന്നു. മോശയ്ക്കൊരു സംശയം, ഇതിനകത്തിലെ അയ്യാര ഇതിനകത്തിലെ അയ്യാര മോശയ്ക്കൊരു സംശയം. മോശ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ നീ ഇത്രയും മനസ്സിലാക്കിയാ മതി, പിന്നീട് നീ മനസ്സിലാക്കും ഇതിനകത്തിലെ അയ്യാരാണെന്നുള്ളത്. പിസ്ഗായുടെ മോവാബ് സമഭൂമിയില് പിസ്ഗായുടെ മുകളിൽ നിൽക്കുമ്പോഴും ആ അയ്യ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകത ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഈ ദൈവം നമ്മോടുകൂടെ. കണ്ണുനീരിന്റെ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം നമ്മോടുകൂടെ. വീണ്ടുവരുന്ന ഭൂഷണഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം നമ്മോടുകൂടെ. വാക്കാളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം നമ്മോടുകൂടെ. മരണങ്ങളുടെ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം നമ്മോടുകൂടെ. അതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. നോക്കിക്കേ, പിന്നീട് മോശ ചോദ്യം ചോദിക്കുന്നില്ല. പിസ്ഗായുടെ മുകളിൽ നിൽക്കുമ്പോഴും എന്താണ്? ആ ദൈവം കൂടെ ഉണ്ടായിരുന്നു. യഹോവയായ ദൈവം തന്നെ അടക്കി. അതാ ദൈവത്തിന്റെ പ്രത്യേകത. ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ് നമ്മുടെ ഐഡന്റിറ്റി. അല്ല നമ്മുടെ സ്വത്തല്ല. ആണോ? ഇന്നടത്ത് സമ്പത്തുള്ള ഇന്നാലെ അല്ല. ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ അതാ നമ്മുടെ ഐഡന്റിറ്റി. അല്ലേ? അവിടെയാണ് എന്താണ് നമ്മൾ ആരാണെന്ന് തെളിയുന്നത്. ജോസഫിനെ കണ്ടപ്പോൾ ഫറവോ വിളിച്ചു പറഞ്ഞു, സാപ്നത്ത് പനേഹ, സാപ്നത്ത് പനേഹ, സാപ്നത്ത് പനേഹ. എന്താ? ജാതീയനായ രാജാവ് വിളിച്ചു പറയുക, ജോസഫിനെ മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്ത് വസ്ത്രമൊക്കെ മാറ്റി കൊണ്ടുവരുമ്പോൾ ദൂരെ മുമ്പ് കണ്ടിട്ടില്ല. ദൂരെ വെച്ചതിന്റെ കാണുകയാണ്. കണ്ടപ്പോഴേ എന്ത് ചെയ്തു? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ചക്രവർത്തി വിളിച്ചു പറയുകയാണ്. എന്താ? സാപ്നത്ത് പനേഹ, സാപ്നത്ത് പനേഹ, സാപ്നത്ത് പനേഹ. ദർശനക്കാരൻ വരുന്നു, ദർശനത്തെ വ്യാഖ്യാനിക്കുന്നവൻ വരുന്നു. അതാ ഐഡന്റിറ്റി. അതാ ഐഡന്റിറ്റി. അല്ല എമിനന്റ് മാനെന്നോ പ്രോമിനന്റ് മാനോ കീർത്തികെട്ട മാനോ അല്ല നമ്മുടെ ഐഡന്റിറ്റി. ആണോ? അല്ല, പേരില്ല. ഇവിടെ ജോസഫിന് ഒരു പേര്, ജോസഫിന് ഒരു ഐഡന്റിറ്റി, ഒരു സാമ്രാജ്യം കൊടുക്കുകയാ. അല്ലേ? ആ ഒരു നിലവാരത്തിലേക്ക് 24 നമ്മൾ മാറണം. നമ്മുടെ ഐഡന്റിറ്റി ഒന്ന് മാറണം. ഈ 23 വരെയുള്ള ഐഡന്റിറ്റി അല്ല. 24 നമ്മുടെ ഐഡന്റിറ്റി ഒന്ന് മാറുമെങ്കിൽ ദൈവദാസനെ ഈ പള്ളി നിറച്ചാണ്. ദൈവം നമ്മോടുകൂടെ. അതായിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി. സ്തോത്രം. എന്താ? ദൈവം നമ്മോടുകൂടെ. എന്താണ്? ജീവിതത്തിൽ പല ടെസ്റ്റുകളിലൂടെ കടന്നുപോയപ്പോൾ എന്ത് ചെയ്തില്ല? ആ ദൈവത്തെ വിട്ടില്ല, ആ ദൈവത്തെ മറന്നില്ല, ആ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിച്ചോ? ഇല്ല. ടെസ്റ്റ് പലപ്പോഴും ദൈവം തരുന്നതാ. അല്ലേ? എക്സ്പീരിയൻസ് ദൈവം എന്താണ്? ദൈവം തരുന്നതാ. അനുഭവങ്ങൾ ദൈവം തരുന്നതാ. ആ ടെസ്റ്റിൽ വിജയിക്കണം. പൊട്ടക്കിണറിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ എന്താ? ഒരു സെൽഫ് സഫറിംഗ് ആണ്, കഷ്ടതയുടെ അനുഭവമാണ്. അബാൻഡൻ വെല്ലില് വെള്ളമില്ലാത്ത കിണറില് അല്ലെങ്കിൽ പൊട്ടക്കിണറില് റെപ്റ്റൈൽസ്, മൂർഖൻ പാമ്പും രാജവെമ്പാലയും മറ്റു ഉരുവങ്ങളും ഉള്ള പൊട്ടക്കിണറില് ആയിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്
അതാണ് കഷ്ടതയുടെ അനുഭവം. കഷ്ടതയുടെ അനുഭവത്തിൽ കിടന്നപ്പോഴും ഈ അയ്യ കൂടെ ഉണ്ടായിരുന്നു. മൂർഖൻ ഇങ്ങനെ വന്നതേ ഉള്ളൂ. രാജവമ്പാല അതിന്റെ 3 അടി 4 അടി ഉയരത്തിലേക്ക് തല ഉയർത്തിയതേ ഉള്ളൂ. അണലി സ്പീഡിൽ കൊത്താൻ ചെന്നതേ ഉള്ളൂ, കൊത്തിയില്ല. കാരണം ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. നമ്മുടെ ഐഡന്റിറ്റി ഒന്ന് മാറും. ദൈവം നമ്മോടുകൂടെ. ബുദ്ധിപ്പേറിന്റെ ഭവനത്തിൽ അവിടെ നിന്ന് എന്ത് ചെയ്തു? ചേട്ടന്മാരെല്ലാം കൂടെ വിറ്റ് എന്ത് ചെയ്തു? ബുദ്ധിപ്പേറിന്റെ ഭവനത്തിൽ ചെല്ലുന്ന അവിടെ എന്താണ്? സെൽഫ് കൺട്രോള്. തമ്പുരാൻ അവിടെ കൊണ്ടിട്ടത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നിന്റെ കൺട്രോൾ വിട്ടുപോകുമോ എന്നറിയാൻ വേണ്ടി. അവിടെയും എന്നെ ചെറുക്കൻ എന്തിയാണ്? ദൈവം എന്ത് ചെയ്യാണ്? ടെസ്റ്റിലൂടെ കടത്തിവിടുക അല്ലേ? അവിടെ എന്താണ്? ഓടിപ്പോവുക. ഇത് കഴിഞ്ഞ് പോയത് സെൽഫ് ഡിസിപ്ലിൻ ജയില്. 13 വർഷക്കാലം ജയിലിൽ കിടന്നു അല്ലേ? ജയിലിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ എന്താ? നല്ലവനായി ഇറങ്ങി വരാനാ അല്ലേ? ഡിസിപ്ലിൻഡ് ലൈഫില്. അവിടെ എന്ത് ചെയ്തില്ല? ദൈവത്തെ മറന്നില്ല. അതേ ബുദ്ധിപ്പേറിന്റെ വീട്ടിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതേ ജയിലിലും ദൈവം കൂടെ ഉണ്ടായി. ഏത് സാഹചര്യത്തിലും ദൈവം നമ്മോടുകൂടെ ഉള്ളതാണ് നമ്മുടെ ഐഡന്റിറ്റി. ആ ജോസഫിനെ കണ്ടുകൊണ്ട് പറവോ പറയുകയാണെന്ത്? സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നവൻ വരുന്നു. ദേവന്മാരുടെ ആത്മാ ഇവനെ പോലെ ദൈവത്തിന്റെ ആത്മാവുള്ളവനെ ഞാൻ കണ്ടിട്ടില്ല. അതാ എന്താണ് ലോകം വിളിച്ചു പറഞ്ഞത്? ദാനിയേലിനെ കണ്ടപ്പോഴും അത് തന്നെയാ പറഞ്ഞതല്ലേ? ദേവനെ പോലെ ദേവന്മാരുടെ ആത്മാവുള്ളവനെ ഞാൻ കണ്ടിട്ടില്ല അല്ലേ? കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ കുമ്പനാട് വെച്ചൊരു പ്രസംഗം കേട്ടു. അതിന്റെ വീഡിയോയുടെ ഒരു ശകലമാണ് ഞാൻ കേട്ടു. എനിക്കത് ചിന്ത എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ടി.ഡി. ബാബു പ്രസംഗിക്കും. യെരുശലേമിലെ ആലയത്തിലിരുന്ന പാത്രം, ആലയത്തിലെ മാനപാത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രം, ദൈവത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രം, ദൈവം ഉപയോഗിച്ച പാത്രങ്ങൾ മനുഷ്യന്റെ നിലവാരത്തിലേക്ക് വരാം. ആ പാത്രങ്ങൾ അങ്ങോട്ട് പോയി? ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. എങ്ങോട്ട് പോയി? പള്ളിയിൽ ഇരുന്നത് എങ്ങോട്ട് പോയെന്ന്? ദേവാലയത്തിൽ ഇരുന്നത് ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. ദൈവം ഉപയോഗിച്ചവൻ എങ്ങോട്ട് പോയി? ഇറങ്ങിപ്പോക്ക് നോക്കിക്കോണം, ഇറങ്ങിപ്പോക്ക് നോക്കിക്കോണം. അവിടെ എന്ത് ചെയ്തു? അപ്പൻ തൊട്ടില്ല പാത്രത്തെ, ക്ഷേത്രത്തിൽ വെച്ചതേ ഉള്ളൂ നെബൂഖദ്നേസർ. എന്നാൽ തന്റെ മകനായ ബെൽഷസ്സർ എന്ത് ചെയ്തു? അതിനകത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിഞ്ചാരായവും വിളമ്പി. ഇവിടുത്തെ ഭാഷ, കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ അടുത്ത് വരൂ, അതിനകത്തിൽ കള്ളിഞ്ചാരായവും വിളമ്പി. അല്ലെങ്കിൽ വെസ്റ്റേൺ മിഡിൽ ഈസ്റ്റേൺ കോണ്ടക്സ്റ്റ് പ്രകാരം വീഞ്ഞും മദ്യവും വിളമ്പി അല്ലെ? നോക്കിക്കോണം, വീണ്ടും അകപ്പതിച്ചിറങ്ങിപ്പോവുക. പാത്രം പോകുന്ന പോക്ക് നോക്കണം. ദൈവം കോരശിൽ ഇടപെട്ടു. നെഹമ്യാവിലൂടെ ആ പാത്രത്തെ മടക്കി കൊണ്ടുവന്നു. ആയതുപോലെ ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു മടങ്ങി വരവ്. ദൈവകൃപയിൽ നിന്ന് പോയെങ്കിൽ മടങ്ങി വരാൻ, ദൈവിക പദ്ധതിയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ ആ പദ്ധതിയിലേക്കൊന്ന് മടങ്ങി വരാൻ. നെഹമ്യാവിലൂടെ 24 മടങ്ങിവരോട് ദൈവം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതെ, എന്ത് ചെയ്തു? അന്നേരമാണ് വെള്ളപ്പിത്തിമേൽ ഒരു എഴുത്ത്. എന്താ എഴുത്ത്? മേനെ മേനെ തെക്കേ ലൂഫാർസി. കരമില്ലാത്ത ഒരു കര എവിടെ നിന്നോ വന്ന വെള്ളപ്പിത്തിമേൽ എഴുതുക. മേനെ മേനെ തെക്കേ ലൂഫാർസി. നിന്നെ എന്ത് ചെയ്യുന്നു? ഉറവുള്ളവനായി കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തൂക്കി നോക്കിയിരിക്കുന്നു. ദൈവം നമ്മളെ തൂക്കുവന്നേ. ഇന്ന് പകൽക്കാലം നമ്മളോടുള്ള ദൈവത്തിന്റെ സഭ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു സഭയോടല്ല, ആഗോള സഭയോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നെബൂഖദ്നേസറിനെ തൂക്കിയ ദൈവം നമ്മളെ തൂക്കും.
ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. യേശുക്രിസ്തുവിനെ വെച്ചങ്ങോട്ട് തൂക്കും. ഒരു ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവും മറ്റേ ഭാഗത്ത് താവളത്തിലെ പാപ്പച്ചന്റെ മകൻ റോയി. എങ്ങനെ നിൽക്കും? ഞാൻ ഇങ്ങനെ നിൽക്കും, റോളി നിൽക്കും. ആ ബാലൻസിൽ വരത്തില്ല. കർത്താവിനെ വെച്ച് നമ്മൾ തൂക്കും. അതാണ് നെബൂഖദ്നേസർ അങ്ങനെ തൂക്കിയെങ്കിൽ പുതിയ നിയമസഭയെ നമ്മളെ തൂക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വെച്ച. അതിനാണ് 33 വർഷം ഇവിടെ ജീവിച്ചത്. എല്ലാത്തിലൂടെയും കടന്നുപോയത് അതിനു വേണ്ടിയാ. കർത്താവിനെ വെച്ച് നമ്മളെ തൂക്കും കേട്ടോ കൊച്ചുങ്ങളെ, നമ്മളെ തൂക്കും അല്ലേ? മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നമ്മളെയും തൂക്കും. നെബൂഖദ്നേസർ രാജാവിനെ തൂക്കിയതുപോലെ, ബെൽഷസ്സർ രാജാവിനെ തൂക്കിയതുപോലെ. അത് മാത്രമല്ല, രണ്ടാമത് നമ്മളെ തൂക്കുന്ന ദൈവം നമുക്ക് തന്ന അവസരം, ദൈവം തന്നിട്ടുള്ള അവസരത്തെ മിസ്യൂസ് ചെയ്തെങ്കിൽ ആ അവസരം വെച്ച് ദൈവം തൂക്കും. എത്രയോ അവസരങ്ങൾ തന്നു. ഞാൻ ബിജുവിനോട് വെച്ചാണെന്ന് പറഞ്ഞു. 38 കുടക്കടയിൽ കിടന്നവൻ അവസരം കിട്ടിയതൊക്കെ എന്ത് ചെയ്തില്ല? മടങ്ങി വരാൻ താല്പര്യപ്പെടാതെ കിടന്നിരുന്നു. ദൈവം നമ്മളെ എന്ത് ചെയ്യും? തന്നിട്ടുള്ള അവസരം വെച്ച്. ഞായറാഴ്ച വരാൻ അവസരം തന്നെങ്കില് പള്ളിയിൽ വരാതെ കപ്പയും വെല്ലുകറിയും വെച്ച് നീ കഴിച്ചെങ്കില് ദൈവം നിന്നെ അത് വെച്ച് തൂക്കും. കിട്ടിയ അവസരങ്ങൾ വെച്ച് ചെയ്യും ദൈവം തൂക്കും. ദൈവം പല മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത് നമ്മളെ തൂക്കുവാൻ. നെബൂഖദ്നേസറിനെ തൂക്കിയതുപോലെ എന്ത് ചെയ്യും? ദൈവം നമ്മളെ തൂക്കും. യാതൊരു സംശയവുമില്ല. അന്ന് രാത്രിയിൽ ഒരു കരമില്ലാത്ത കരം ഭിത്തിമേൽ എഴുതുവാണ്. പ്രവാചകന്മാരെയും ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും സകല ക്ഷുദ്രക്കാരെയും വിളിച്ചു വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിയുന്നില്ല അല്ലേ? പലരും ഒക്കെ പല എക്സ്ക്യൂസുകൾ പറഞ്ഞു പോകും. ജോസഫ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ ഫറവോ കണ്ട സ്വപ്നം വ്യാഖ്യാനിപ്പാൻ എവിടെയുള്ളവരെ വിളിച്ചതുപോലെ അത് SKM കാലിത്തീറ്റ കൂടുതൽ കൊടുത്താൽ മതി എന്ന് ഒരുത്തം പറഞ്ഞിട്ട് പോയി. ഒരുത്തം പറഞ്ഞു എക്കാലത്തീറ്റയിൽ കൂടുതൽ ഇട്ടാൽ മതി, നെല്ല് ശക്തമായിട്ട് വളരും. അല്ല, അങ്ങനെയുള്ള പ്രവാചകന്മാരെ നമുക്ക് വേണ്ട. യൂറിയായും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നെല്ല് വളരെ വെടിഞ്ഞത് എന്ത് ചെയ്യും? വളരെ ശക്തമായിട്ട് വളരും. അങ്ങനെയുള്ളവരെ വേണ്ട അല്ലേ? ഇതിന്റെ അർത്ഥം ഇതല്ല. ഭൂമിയിൽ എന്തോ സംഭവിക്കാൻ പോവുക. അതുകൊണ്ടാണ് വെളിപ്പാടുകാരൻ 4 കുതിരയെ കണ്ടത്. വെള്ളക്കുതിരയും എന്താണ്? ചുവപ്പ് കുതിരയും കറുത്ത കുതിരയും മഞ്ഞക്കുതിരയും കണ്ടത്. എന്താ സക്രിയാപ്രവചനം എന്താണ്? കരാരും പുള്ളിയുള്ളതാവുന്നു കണ്ടത് സക്രിയാവ് വരുമ്പോൾ. എന്താ അതിന്റെ അർത്ഥം? അതേ വെള്ളക്കുതിരയിൽ ഇരിക്കുന്നവൻ അന്ത്യക്രിസ്തുവാ. ആദ്യത്തെ കുതിരയിൽ ഇരിക്കുന്നവൻ അന്ത്യക്രിസ്തുവാ. പിന്നെ വൈറ്റ് സ്റ്റാലിയൻ വെള്ളക്കുതിരപ്പുറത്ത് കർത്താവ് രാജാവായി അവസാനത്തെ അധ്യായത്തിലാണ് വരുന്നത് അല്ലേ? അന്ത്യക്രിസ്തുവാ വരുന്നത്. എന്താണ്? ആ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് ജയിപ്പാനായും ജയിക്കുന്നവനായും വരിക. രണ്ടാമത് എന്താണ്? ചുവന്ന കുതിരയെ കാണുക. രക്തച്ചൊരിച്ചിലെ യുദ്ധം അല്ലേ? ഇതിന്റെയൊക്കെ ആരംഭം പലയിടത്തും തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങി അല്ലേ? അപ്പൻ മകളോട്, അമ്മ മകളോട് ഇന്നലെ മരച്ചില്ലേ ഒരമ്മ. കറക്റ്റാ കർത്താവ് പറഞ്ഞിട്ട് പോയത്. 2000 വർഷം മുമ്പ് പറഞ്ഞത് നടന്നു. അമ്മയുടെ സ്വത്ത് കത്തിയെടുത്തിട്ട് അമ്മയെ വാടക വീട്ടിലിട്ട് രാവിലെ പോലീസുകാരും നാട്ടുകാരും പഞ്ചായത്തും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കൊണ്ടുപോയി ഉച്ചയ്ക്ക് മുമ്പേ ഈ ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ? ഇതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, ബലം ചെയ്യുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കരുത്. ആരും ഇല്ലാതെ വരും നിന്നെ നോക്കാൻ. 3000 വർഷത്തിനടുത്ത് ദാവീദ് പ്രാർത്ഥിച്ചു. എന്ത്? ബലം ചെയ്യിക്കുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കരുത്. ആ അമ്മ, ഞാൻ പറഞ്ഞത് കർത്താവിന്റെ സ്തോത്രം. എന്താണ് ഞാൻ പറഞ്ഞത്? എവിടെ? ആ അമ്മയുടെ കാര്യം അല്ലേ? ആയതുപോലെയുള്ള അനുഭവത്തിലേക്ക് ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുക. യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക.
ഏത് സമയം അതുകൊണ്ടാണ് നമ്മൾ പോയിട്ടില്ലാത്ത വഴിയിലൂടെ ഒരു പക്ഷേ 24 കടന്നു പോകുക. കർത്താവിന് സ്തോത്രം. അത് മാത്രമല്ല, പിന്നീട് കാണുന്നത് കറപ്പ. എന്താ കറപ്പിന്റെ പ്രത്യേകത? സാധനങ്ങൾ അളന്നു തരാൻ പോകുക. മരണത്തെ അല്ല കറപ്പ് കാണിക്കുന്നത്, ക്ഷാമം. റേഷൻ കടയിൽ ചെന്നാൽ എന്ത് ചെയ്യും? 10 കിലോ അരിക്ക് പകരം 2 കിലോയെ തരത്തുള്ളൂ. എനിക്ക് 4 കിലോ ഗോതമ്പ് തരത്തില്ല, ഗോതമ്പിന് പകരം 4 കിലോ യവമേ തരൂ. അതിനെക്കാട്ടും കുറഞ്ഞതേ തരത്തുള്ളൂ, അളന്നു തരും. അവന്റെ കയ്യിൽ ഒരു ത്രാസ്. കടയിൽ ചെന്ന് വെള്ളത്തിന്റെ കുപ്പി എനിക്കൊരു കേസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരത്തില്ല. ഒരെണ്ണം വേണമെങ്കിൽ കൊണ്ടുപോകാം. 12 കുപ്പികളുള്ള ഒരു കേസോ അല്ലെങ്കിൽ 24 കുപ്പികളുള്ള കേസോ 36 കുപ്പികളുള്ള കേസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ കടയിൽ ചെല്ലുമ്പോൾ കടക്കാരൻ പറയും 34 തരത്തില്ല, 24 തരത്തില്ല, ഒരെണ്ണം കൊണ്ടുപോകാം. യേശു ക്രിസ്തു വരാൻ പോവുകയാ. കർത്താവ് വരാൻ പോവുക. കേട്ടോ, കർത്താവ് വരാൻ പോവുക. സാധനങ്ങൾ അളന്നു തരുന്ന ഒരു കാലത്തിലേക്ക് വരാൻ പോവുകയാ ദൈവത്തിന്റെ സഭയെ. ദൈവത്തിന്റെ സാധനങ്ങൾ ഇനി അളന്നേ തരത്തുള്ളൂ. എനിക്ക് 10 കൈകളോ ഒന്നും ഇനി എടുക്കാനൊക്കത്തില്ല, 1 എടുത്തോണ്ട് പോകാം. അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്തതിനു ശേഷം ഒരു 2 കിലോ തരാം. അതെനിക്ക് 10 കിലോയുടെ പാക്കറ്റ് 5 പേർക്ക് കൊടുക്കാം, 2 കിലോ വീതം. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. ആ കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവരുടെ കയ്യിൽ ഒരു ത്രാസ്. ഒരു വലിയ ക്ഷാമം ലോകത്തില് ഉണ്ടാകാൻ പോവുകയോ. ഒരുപാട് യോഹന്നാൻ കാണാൻ രക്തച്ചൊരിച്ചില്, ക്ഷാമം, ആകാശത്ത് ഒരു കഴിവ്, ഭൂമിയിലെ മനുഷ്യർക്ക് കഷ്ടം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തൂടെ പറക്കുന്നു. എന്താ കഴിവ് പറക്കാൻ കാരണം? മനുഷ്യർ കൂട്ടത്തോട് മരിക്കാൻ പോവുകയാ. കഴുകന്മാരുടെ ആഹാരം എന്തുവാ? ശവം. ശവം തീനി കഴുകന്മാരല്ലേ? കഴുകൻ ആകാശത്തോടെ സന്തോഷിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യർക്ക് കഷ്ടം കഷ്ടം കഷ്ടം. മഞ്ഞ, അതെ, അവന്റെ പേര് മരണമെന്ന മഞ്ഞ കുതിര. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ മരിക്കുമ്പോൾ മഞ്ഞക്കൂടി പുതപ്പിക്കുന്നത്. മഞ്ഞയാണ് മരണത്തെ കാണിക്കുന്നത്, വെള്ളയല്ല. വെള്ളയല്ല, എന്താണ് മരണക്കൂടി? ഈസ്റ്റേൺ കൾച്ചറൽ സംസ്കാരം അനുസരിച്ച് മഞ്ഞയാ അല്ലെ? ഹൈന്ദവ പാരമ്പര്യത്തിൽ മഞ്ഞക്കൂടി പുതപ്പിക്കുന്നല്ലേ? എന്താ മഞ്ഞ എന്തിനെ കാണിക്കുന്ന അല്ലേ? മരണ കോടിയുടെ പുറത്ത് എന്തായിരുന്നേ? മഞ്ഞക്കൂടിയാ പുതപ്പിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ? ആണ്. കാരണം മഞ്ഞ മരണത്തെ, കറപ്പല്ല, കറപ്പ് ക്ഷാമത്തെ കാണിക്കുന്നത്. കാരണം വലിയൊരു ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. ഈ ക്ഷാമത്തിലൂടെ മനുഷ്യൻ മരിക്കാൻ പോകുന്നെന്ന് അല്ലേ? കർത്താവിന്റെ സ്തോത്രം. ഈ കുതിരയെ കാണുകയാണ്, 4 കുതിരയെ കാണുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? നമുക്കൊരു ഐഡന്റിറ്റി ദൈവമുള്ളവർ എന്ത് ചെയ്യുന്നു? ഏതാ ഇവിടുത്തെ എഴുത്താകാൻ വന്നപ്പോഴാ പറഞ്ഞു വന്നത് അല്ലേ? ആ എഴുത്ത് കരമില്ലാത്ത ഒരു കരം എന്ത് ചെയ്തു? എഴുതുക, തൂക്കി നോക്കുന്ന കാര്യം പറഞ്ഞത് അല്ലേ? അന്നേരമാണ് ഇതിലേക്ക് പോകുന്നത്. ആ കരത്തിലൂടെ എഴുതിയാണ്, നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു. അതല്ല അതിന്റെ അർത്ഥം. അതല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതകാലത്ത് ഉണ്ടാക്കിയത് മുഴുവനും തീരാൻ പോവുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. ഇന്ന് രാത്രിയില് നിന്റെ ജീവിതകാലത്ത് മുഴുവൻ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവനും ഇന്നു രാത്രിയിൽ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നു രാത്രിയിൽ നിന്റെ ഭാര്യ കൊല്ലപ്പെടുന്ന ദിവസമാണ്. ഇന്നു രാത്രിയിൽ നിന്റെ മക്കൾ കൊല്ലപ്പെടുന്ന ദിവസമാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ ദേശം മേദ്യക്കാരും പേർഷ്യക്കാരും പിടിച്ചെടുക്കുന്ന ദിവസമാണ്. ഇന്ന് രാത്രിയില് നീ മരിക്കുന്ന ദിവസമാണ്. അന്നു രാത്രിയില് എഴുതിയ കരം, ആ കരം കൊണ്ട് തന്നെ മണ്ണിലെഴുതിയ കരം, ആ കരം നമുക്ക് വൃത്തികെട്ട മനുഷ്യൻ, പ്രസിദ്ധനായ മനുഷ്യൻ എന്നൊക്കെയാണ്. സഹോദര